രാജ്ഭവനിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ശശി തരൂരും വേദിയിൽ ഉണ്ടാവും അല്പസമയത്തിനുള്ളിൽ. രാജഹംസ എന്ന രാജ്ഭവൻ പുറത്തിറക്കുന്ന മാസികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. രാജഹംസ എന്ന അവിടെ വേദിയിൽ മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, ഒപ്പം ശശി തരൂരുണ്ട്. ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലതി തരംഗ തവ ശുഭ നാമേ ജാതി. അവിടെ മുഖ്യമന്ത്രരിയും ഗവർണറും പങ്കെടുക്കുന്ന രാജ്ഭവനിലെ ചടങ്ങിൽ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാദമായ ഭാരതാംബ ചിത്രമില്ല. ആ വിവാദമായ ഭാരതാംബ ചിത്രം മാറ്റിയിരിക്കുകയാണ് ഗവർണർ. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ശശി തരൂരും ഒക്കെ ചടങ്ങിലുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് രാജ്ഭവനിൽ വെച്ച് പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഭാരതാംബ വിവാദം ഉണ്ടായതിനു ശേഷം ഇതുവരെ മുഖ്യമന്ത്രിയും ഗവർണറും രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനല്ലാതെ മറ്റൊരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. രാജ്ഭവന്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് ഗവർണറുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയത്. രാജ്ഭവനിൽ എത്തുമ്പോൾ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവാം. ഗവർണർ അതിന് വഴങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വേദിയിൽ ദേശീയ പതാകയല്ലാതെ ഭാരതാംബയുടെ വിവാദ ചിത്രമില്ല. നേരത്തെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഗവർണർ ഉന്നയിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഗവർണറുമായി ഇപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനിൽ വേദി പങ്കിടുകയാണ്. ശശി തരൂരിന് ഈ പ്രസിദ്ധീകരണം നൽകിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ആ ചടങ്ങ് നിർവഹിക്കുക. നേരത്തെ രാജ്ഭവനും സർക്കാരും തമ്മിലുണ്ടായ പല വിഷയങ്ങളിലുള്ള ഏറ്റുമുട്ടലുകൾ, ഇപ്പോഴും സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങൾ, ഇതെല്ലാം നിലവിലിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പം തന്നെ ശശി തരൂരും ഒരു വേദിയിൽ എത്തുന്നത്. ഭാരതാംബ ചിത്രമില്ലാത്ത വേദിയിൽ എന്ന് തന്നെ പറയണം. ഗോപാലുണ്ട്. ഗോപാൽ, അങ്ങനെ ഈ ഭാരതാംബ വിവാദം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും രാജ്ഭവനിൽ ഒരു പരിപാടിയിൽ സത്യപ്രതിജ്ഞയ്ക്കല്ലാതെ മറ്റൊരു പരിപാടിക്കും, ആര്യാടൻ ഷൗക്കത്തിന് സത്യപ്രതിജ്ഞയ്ക്കല്ലാതെ മറ്റൊരു പരിപാടിയിലും പങ്കെടുത്തിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി. രാജ്ഭവന്റെ ക്ഷണപ്രകാരമുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. അവിടെ ഭാരതാംബയുടെ രാഷ്ട്രീയ വിവാദമായി മാറിയ ചിത്രമില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചനുസരിച്ച് രാജ്ഭവൻ അത് ഒഴിവാക്കുകയായിരുന്നു. ഗോപാൽ. അതെ ഡോക്ടർ കുമാർ, അതായത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഔദ്യോഗിക പരിപാടി, അതായത് ഈ ഭാരതാംബ വിവാദം ഉണ്ടായതിനു ശേഷം നടക്കുന്ന ആദ്യ ഔദ്യോഗിക പരിപാടിയാണ് മുഖ്യമന്ത്രി രാജ്ഭവനിൽ വെച്ച് പങ്കെടുക്കുന്നത്. അതായത് രാജഹംസം എന്ന ത്രൈമാസികയുടെ പ്രകാശനമാണ് ഇന്ന് രാജ്ഭവനിൽ നടക്കുന്നത്. നേരത്തെ തന്നെ ഈ ഭാരതാംബ ചിത്രം വേദിയിൽ ഉണ്ടാകരുത് എന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ആ ഒരു ആവശ്യം അംഗീകരിക്കുന്നത് പ്രകാരമാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം വേദിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ദേശീയ പതാകയും 3 പ്രധാനപ്പെട്ട അതിഥികൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള കസേരകളും പോഡിയവും മാത്രമാണ് വേദിയിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 വിവാദങ്ങൾ, അതായത് മന്ത്രി പി പ്രസാദ് ഇറങ്ങിപ്പോയതും മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതും എല്ലാം തന്നെ വലിയ തരത്തിലേക്ക് രാഷ്ട്രീയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അതിനുശേഷം ഈ പരിപാടി ഇന്ന് നടക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആവശ്യത്തിന് വഴങ്ങി തന്നെയാണ് എന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമാണ്. ഇന്ന് ഈ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ ഈ വേദിയിൽ ഇതിന്റെ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ്. നിലവിളക്ക് കൊളുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിനോടൊപ്പം തന്നെ ശശി തരൂരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ത്രൈമാസികയായ രാജഹംസത്തിന്റെ ആദ്യ കോപ്പി ശശി തരൂർ എംപിക്ക് കൈമാറും. അത് തന്നെയാണ് ഈ വി ഡി സതീശനെ പ്രകോപിപ്പിച്ചതും അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചതും. കാരണം ഈ പരിപാടിയിൽ വേദിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ക്ഷണം അദ്ദേഹത്തിനില്ല. പകരം വെറുമൊരു കാഴ്ചക്കാരനായി സദസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയായി മാത്രമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. മറുവശത്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പരസ്യ പ്രസ്താവനകൾ കൊണ്ട് പ്രതിസന്ധിയിലാക്കിയ നരേന്ദ്രമോദിയെ പലതവണ പുകഴ്ത്തിയത് മൂലം കോൺഗ്രസിന്റെ വെറുപ്പിനും അതിനോടൊപ്പം തന്നെ വിമർശനങ്ങൾക്കും വിധേയനായ ശശി തരൂരിന് വേദിയിൽ ഇടം കൊടുക്കുകയും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷക കേന്ദ്രമായി പരിഗണിക്കുകയും ചെയ്തു. അതും രാഷ്ട്രീയ
രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഹാൻഡിലുകളും കോൺഗ്രസ് നേതാക്കളും ഇതിനോടൊപ്പം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ ഒരു മഞ്ഞൊരുക്കത്തിന്റെ സാധ്യത, അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് രണ്ടു കൂട്ടരും ഒന്നയഞ്ഞ് ഒരു മഞ്ഞൊരുക്കത്തിന്റെ സാധ്യത ഇതോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വേണം ഡോക്ടർ അരുൺകുമാർ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. ഓക്കെ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാജ്ഭവനിന്റെ ത്രൈമാസികയായ രാജഹംസിന്റെ പ്രസിദ്ധീകരണാർത്ഥമാണ്, അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ ഭാരതാംബ വിവാദം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ സത്യപ്രതിജ്ഞയല്ലാതെ മറ്റൊരു പരിപാടിയിലും പങ്കെടുത്തിരുന്നില്ല. വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമെന്ന് ഗവർണർ നേരത്തെ ഉറപ്പും പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കണമെങ്കിൽ ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊരു പക്ഷേ നിർദ്ദേശം നൽകിയിട്ടുണ്ടാവാം. വേദിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന വിഷയത്തിൽ വളരെ കൃത്യമായ ധാരണ കിട്ടിയതിനു ശേഷമാണ്, ഭാരതാംബയുടെ ആ വിവാദ ചിത്രം ഒഴിവാക്കിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സംബന്ധിച്ചതും മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതേപോലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവെയാണ് ഈ വിവാദമായ ഭാരതാംബയുടെ ചിത്രം ഉള്ള വേദിയിൽ എനിക്ക് ഈ പരിപാടി തുടരാൻ കഴിയില്ല എന്ന ഒരു നിലപാട് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി